ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ മാസത്തിൽ ഫെബ്രുവരി ജനുവരി മാസത്തിൽ 2 കോടി അക്കൗണ്ടുകളാണ് ബാൻ ചെയ്യപ്പെട്ടത്. ഈ 2 കോടി അക്കൗണ്ടിൽ നിന്നും 13 ലക്ഷം അക്കൗണ്ടുകളാണ് പെർമനൻ്റായി ബാൻ ചെയ്യപ്പെട്ടത്. ഈ പെർമനൻ്റായി ബാൻ ചെയ്യപ്പെട്ടത് പറയുമ്പോൾ അവർക്ക് ഇനി പുതുതായി അക്കൗണ്ട് ഒന്നും ഇതിൽ നിർമ്മിക്കാൻ പറ്റില്ല. അവരത് ഫുൾ ബാൻ ചെയ്തതാണ്. വാട്സപ്പിൻ്റെ നിയമങ്ങൾ അനുസരിക്കാത്ത അക്കൗണ്ടുകളെ കണ്ടെത്തിയിട്ട് വാട്സപ്പ് നിർമ്മിച്ചൊരു AI സാങ്കേതികതയുണ്ട്. അതുപയോഗിച്ചാണ് ഇത്രയേറെ 2 കോടി അക്കൗണ്ടുകൾ ബാൻ ചെയ്യപ്പെട്ടത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് 2 തരത്തിലുള്ള വാട്സപ്പാണ് ബാൻ ചെയ്യപ്പെടുന്നത്. ഒന്ന്, പെർമനൻ്റായി അക്കൗണ്ട് ബാൻ ചെയ്യപ്പെടുക. അപ്പോൾ നമുക്കൊന്നും അക്കൗണ്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാവുക. രണ്ടാമത്തെ പറഞ്ഞാൽ താൽക്കാലികമായി നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ വരും. എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂർ വരെ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 3 മാസം വരെ ഇത് തുടർന്നുകൊണ്ട് നിൽക്കും. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് സസ്പെൻഡ് ആവാനുള്ള എന്തൊക്കെ സന്ദേശങ്ങൾ അയച്ചാലാണ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് സസ്പെൻസ് ആവുക, അല്ലെങ്കിൽ ബാൻ ആവുക, അല്ലെങ്കിൽ ബ്ലോക്ക് ആവുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെന്ന് പറഞ്ഞാൽ ബൾക്ക് മെസ്സേജിങ് ആണ്. ബൾക്ക് മെസ്സേജ് പറഞ്ഞാൽ നീച്ചാണ്ട് ഗുഡ് മോർണിംഗ്, വൈകുന്നേരം ഗുഡ് ആഫ്റ്റർനൂൺ, രാത്രി ഗുഡ് നൈറ്റ്, അങ്ങനെ വിട്ടതിന് അങ്ങനെ വരിക്കാൻ എല്ലാത്തിലും സ്റ്റിക്കറുകൾ വിട്ടാൽ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ ഗൂഗിളിൽ നിന്ന് എടുത്തുകൊണ്ട് ഗൂഗിളിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് അത് സ്റ്റിക്കറാക്കി വിട്ടാലൊക്കെ എന്താവും, നമ്മളെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്, ബ്ലോക്ക് ആവും. AI ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് എടുക്കുന്നതനുസരിച്ച് AI ഇതൊരു സ്പാമാണ് കണ്ടെത്തിയിട്ട്, ഇതൊരു സ്പാമാണ്, ഇങ്ങനെ കുറേ അധികം ഇങ്ങനെ വിടല്ലേ, അപ്പോൾ ഇത് സ്പാമാണെന്ന് കണ്ടെത്തിയിട്ട് ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തത് ഇങ്ങനെ ഈ സ്റ്റിക്കർ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് ഇങ്ങനെ വിട്ടിട്ടാണെന്നാണ് വാട്സപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ അനാവശ്യമായതിൽ നിങ്ങൾ നിർത്തുക. രണ്ടാമത്തെ പറഞ്ഞാൽ, നമുക്കൊരു സ്പാം മെസ്സേജ് കിട്ടി. ആ സ്പാം മെസ്സേജ്, ആ ഫേക്ക് മെസ്സേജ് നമ്മളത് കോപ്പി എടുത്ത് വേറെ ആൾക്ക് ഷെയർ ചെയ്താൽ നമുക്ക് ബ്ലോക്ക് കിട്ടും. കിട്ടാൻ ഏറെയാണ്. ബ്ലോക്ക് എന്തായാലും കിട്ടും, ഉറപ്പാണ്. ആ സ്പാമായൊരു മെസ്സേജ് വാട്സപ്പ് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് ബ്ലോക്ക് കിട്ടിയത്. റിപ്പോർട്ട് അടിച്ച ആ മെസ്സേജ് നമ്മൾ ഷെയർ ചെയ്താലാണ് നമുക്ക് ബ്ലോക്ക് കിട്ടുക. അത് 24 മണിക്കൂറൊന്നുമല്ല നമുക്ക് കിട്ടുക, 3 മാസം വരെ ആ ബ്ലോക്ക് നീണ്ടു നിൽക്കും. അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരാളുടെ അനുവാദമില്ലാതെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ ആ സുഹൃത്ത് നമ്മൾ റിപ്പോർട്ട് അടിച്ചാൽ നമുക്ക് ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലുള്ള ബ്രോഡ്കാസ്റ്റ് ചാനലിൽ നമ്മളിങ്ങനെ ബൾക്ക് മെസ്സേജ് ആയി ഇട്ടാലും, കുറേ മെസ്സേജ് പരസ്യവും മറ്റും അങ്ങനെ എല്ലാം ഇട്ടാലൊക്കെ നമുക്ക് ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത് പറഞ്ഞാൽ, നമ്മൾ പെർമനൻ്റായ അക്കൗണ്ട് ബ്ലോക്ക് ആവുന്ന ഏതൊക്കെ അക്കൗണ്ടുകളാണ് ബ്ലോക്ക് ആവുന്നത്, എങ്ങനെയൊക്കെ ചെയ്താലാണ് ആ പെർമനൻ്റായി ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ, വാട്സപ്പ് റിപ്പോർട്ട് ചെയ്ത പെർമനൻ്റായി ബ്ലോക്ക് ആവപ്പെടുന്ന അക്കൗണ്ടുകളുടെ സവിശേഷതകളാണ്. അപ്പോൾ ഞാൻ 1-2 വായിക്കാം. ഒന്നാമത്തെ പറഞ്ഞാൽ, നിയമവിരുദ്ധമായി കാര്യങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ പറഞ്ഞാൽ, വിദേശ സംഭാഷണങ്ങൾ നടത്തുന്നത്, തെറ്റായ വിവരങ്ങൾ പങ്കുവെക്കുക എന്നീ അക്കൗണ്ടുകളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ വന്ന അക്കൗണ്ടുകളൊക്കെ അസോസിയേറ്റുകൾ ഞാൻ പറഞ്ഞില്ലേ, ആ അസോസിയേറ്റുകളിൽ ചെയ്ത അക്കൗണ്ടുകളൊക്കെ ഈ പെർമനൻ്റായി ബ്ലോക്ക് ചെയ്യപ്പെടും എന്നാണ് ഈ വാട്സപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പെർമനൻ്റായി അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടും, അക്കൗണ്ട് ബാൻ ചെയ്യപ്പെടും, ബ്ലോക്കല്ല പെർമനൻ്റായി ബാൻ ചെയ്യപ്പെടും. പിന്നെ പറഞ്ഞാൽ, ഇപ്പോൾ ഇത് നമ്മുടെ വാട്സപ്പിലേക്ക് പുതിയ ഫീച്ചർ കൊണ്ടുവരാനായിട്ട് വാട്സപ്പ് പ്ലസും വാട്സപ്പും അങ്ങനെ പല വാട്സപ്പുകളും ഉണ്ട്. അതിൽ നമ്മൾ സൈൻ ചെയ്താലൊക്കെ ഈ നമുക്ക് പെർമനൻ്റായി ബാൻ ചെയ്യപ്പെടാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജോ, ഓഡിയോ മെസ്സേജോ, വീഡിയോ മെസ്സേജോ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ മെസ്സേജോ, ഏതെങ്കിലും ഒരു മെസ്സേജിൽ നമ്മൾ കുറേ റിപ്പോർട്ട് കിട്ടുകയാണ്, കുറേ ആൾക്കാർ ആ ഗ്രൂപ്പിൽ നിന്ന് റിപ്പോർട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് പെർമനൻ്റായി
അത് ബാൻ ചെയ്യപ്പെടുന്നതാണ്, നമ്മുടെ അക്കൗണ്ട് ബാൻ ചെയ്യപ്പെടുന്നതാണ്. പിന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് വെച്ചാൽ നിരന്തരമായി വാട്സപ്പിൻ്റെ നിയമങ്ങൾ തെറ്റിക്കുന്നവർക്കാണ് പിന്നെ നമുക്ക് പെർമനൻ്റായി ബ്ലോക്ക് ചെയ്യപ്പെടുക. ഇപ്പോൾ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 24 മണിക്കൂർ നമുക്ക് ബ്ലോക്ക് ചെയ്തപ്പെട്ടു, പിന്നെയും വീണ്ടും നമ്മൾ പിന്നെ ആവർത്തിക്കണം, ആ നിയമം തെറ്റിച്ചത് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അത് പെർമനൻ്റായി ബാൻ ചെയ്യപ്പെടും. അതുപോലെ തന്നെ അശ്ലീല ഫോട്ടോസും വീഡിയോസും എല്ലാം സെൻഡ് ചെയ്യുന്നതും പിന്നെ അങ്ങനത്തെ ഗ്രൂപ്പുകൾ അശ്ലീല ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരുടെ അക്കൗണ്ടും പെർമനൻ്റായി ബാൻ ചെയ്യപ്പെടും. എത്ര നമ്മളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്താലും ബാൻ ചെയ്താലും ബ്ലോക്ക് ചെയ്താലും നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും. അതേ നമുക്ക് വാട്സപ്പ് തുറക്കുമ്പോൾ തന്നെ കാണാം, റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കുന്ന ഇത് കാണാം. അതിൽ പോയിട്ട് നമ്മൾ ചെയ്ത് തെറ്റാണെങ്കിൽ അത് വ്യക്തമായി എഴുതി കൊടുത്താൽ അവിടെ നമുക്കത് ചിലപ്പോൾ വാട്സപ്പ് അൺബ്ലോക്ക് ആക്കാനുള്ള സാധ്യതയുണ്ട്. വാട്സപ്പിൽ നമ്മളടുത്ത് നിന്നല്ല ഈ തെറ്റ് സംഭവിച്ചെങ്കിൽ എന്താണ് ആ തെറ്റിദ്ധാരണ എന്നുള്ളത് നമ്മളത് വ്യക്തമായി അവിടെ എഴുതി കൊടുത്താൽ നമുക്ക് എന്തായാലും അത് അൺബ്ലോക്ക് ആക്കി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, അനാവശ്യ വീഡിയോസ് ഇതൊന്നും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. അശ്ലീല വീഡിയോസും ഫോട്ടോസും അക്കൗണ്ടൊന്നും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, വിടാതിരിക്കുക. വിശ്വാസമില്ലാത്ത ഫോട്ടോസും വീഡിയോസും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കോട്ടെ, ഓഡിയോ മെസ്സേജ് ആയിക്കോട്ടെ, ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. ഒക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യാം. അതുപോലെ നമ്മൾ സ്റ്റിക്കർ ഇങ്ങനെ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ വിടാതിരിക്കുക. അതൊക്കെ ബൾക്ക് മെസ്സേജായി മാറും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ വിടുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ സിനിമ പോലുള്ള ഓഡിയോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരുന്ന കണ്ടൻ്റൊക്കെ കൂടുതലായിട്ടും ഒഴിവാക്കുക. ഒരാളുടെ അനുമതി ഇല്ലാതെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാതിരിക്കുക. അത് നമ്മൾ റിപ്പോർട്ട് അടിച്ചാൽ നമ്മൾ ബ്ലോക്ക് ചെയ്യപ്പെടും, നമ്മളെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടുക. അത് നമ്മൾ ശ്രദ്ധിക്കുക. ആണ് വാട്സപ്പ് നമ്മളോട് ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.